ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലൈനിങ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഐക്കാർട്ടിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആദ്യം ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനായി ചുരിദാറിൻ്റെ നല്ല വശവും അതിന് മുകളിലായിട്ട് ലൈനിങ് തുണിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് തുണികൾ തമ്മിൽ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇനി നമുക്ക് അടുത്തത് നെക്കിൻ്റെ ഈ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാതെ പതിയെ പതിയെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റിച്ചിന് മുകളിൽ കൊള്ളാതെ അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ആ സ്റ്റിച്ചിൽ നിന്നും ഉള്ളിലേക്ക് 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. sewingbird എന്ന യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് ഈ കട്ടിങ്ങിലൂടെ തന്നെ ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്ക് മറിച്ചടിക്കുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറിയ ചെറിയ കട്ടുകളിട്ട് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് നെക്ക് മറിച്ചടിക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പിന്നുകളൊക്കെ അഴിച്ച് മാറ്റുകയാണ്. ഇനി ഈ ലൈനിങ് തുണി നല്ല തുണിയുടെ പുറകു വശത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. ലൈനിങ് തുണിയുടെ താഴെ വശത്ത് വേണം തയ്യൽ തുമ്പ് വരാൻ. ആ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തുണിയുടെ മുകളിൽ കൊള്ളാതെ ലൈനിങ് തുണിയുടെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇവിടെ നെക്ക് പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈൻ തുണി പുറകുവശത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ നെക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. നെക്കിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊള്ളാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ നിന്ന് രണ്ട് തുണികളും ഒരുപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അവിടെ നിന്ന് ഇതുപോലെ താഴേക്ക് ഒരു സൈഡ് മൊത്തം നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാം. ഞാനിവിടെ ലൈനിങ് തുണിയുടെ താഴെ മടക്കി അടിക്കുന്നില്ല, കാരണം അത് കട്ട് ചെയ്യാത്ത ഭാഗമാണ്, തേരുവശമാണ്. നിങ്ങൾ ലൈനിങ് തുണിയുടെ താഴെ ആദ്യം 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ലൈനിങ് തുണിയുടെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്ത് നമുക്ക് ചുരിദാറിൻ്റെ ഏറ്റവും താഴെ വശം ഇതുപോലെ മടക്കി തയ്ക്കാം. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി താഴെ വശം നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കാം. താഴെ വശം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റേ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഇവിടെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്.
ലൈനിങ് തുണിയുടെ നല്ല വശം ഇതുപോലെ നിവർത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡും തുണികൾ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ മാർക്കിങ്ങിലൂടെ തന്നെ പതിയെ പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പോലെ തന്നെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് ലൈനിങ് തുണിയുടെ പുറകുവശത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെറുതായി വലിച്ചു പിടിച്ചതിന് ശേഷം നെക്ക് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരുപാട് കൂടുതൽ വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വലിച്ചു പിടിക്കണം കേട്ടോ. നമ്മളുടെ നെക്ക് പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് തുണി പുറകിലോട്ട് ഇട്ടതിന് ശേഷം നമ്മളിതിന് മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിപ്പോൾ ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഷോൾഡറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഷോൾഡറുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ടിലെയും അതുപോലെ ബാക്ക് പാർട്ടിലെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ടിലെ നല്ല തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ നല്ല തുണി വെച്ച് കൊടുക്കുക കേട്ടോ. ലൈൻ തുണി ഇതുപോലെ വിട്ടു വച്ചിട്ട് അതിന് ശേഷം ബാക്ക് പാർട്ടിലെ ലൈൻ തുണി ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ 4 തുണികളും ഒരുപോലെ പിടിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 തുണികൾ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചാൽ നമ്മുടെ ഷോൾഡർ കണ്ടോ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ച് കിട്ടും. ഈ രീതിയിൽ തന്നെ മറ്റേ സൈഡിലെയും ഷോൾഡറുകൾ തമ്മിലൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ബാക്ക് സൈഡിലെ നെക്ക് പതിച്ചടിക്കാനുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒന്ന് തയ്ച്ച് പോരാ. എന്നിട്ട് നെക്കിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ടിൽ ലൈൻ തുണിയും നല്ല തുണിയും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ബാക്കിലും നമ്മൾ നല്ല തുണിയും ലൈൻ തുണിയും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡിലെയും തുണികൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കാണിക്കാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് ജോയിൻ ചെയ്യാം. ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെയും ഒരു സൈഡ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 സൈഡും ഒരുപോലെ വരുന്ന രീതിയിലാണ് സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ട് തുടങ്ങാം. സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വലിച്ചു പിടിക്കാതെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് പോരാം. ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റിച്ച് നിർത്തിയില്ലേ, അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നേരത്തെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് അവിടെ നിന്നും സ്ലീവിൻ്റെ മറ്റേ സൈഡ് വരേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ നിന്നും തിരിച്ച് ഇപ്പോൾ സ്റ്റിച്ച് തുടങ്ങി അവിടേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടത്. നമ്മളുടെ സ്ലീവിൻ്റെ മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒന്നുകൂടെ നമുക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അടുത്തത് സ്ലീവിൻ്റെ താഴെ നമുക്ക് മടക്കിയടിക്കാം. ഇതുപോലെ 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല, കാരണം ഇതൊരു നെറ്റ് പോലത്തെ തുണിയാണ്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ സ്ലീവിൽ ഡിസൈൻസൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. തുടർന്നും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഒരു സൈഡിൽ സ്ലീവ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കാണിക്കുന്നില്ല. ഇനി നമുക്കിതുപോലെ ചുരിദാറിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. തുണിയുടെ 2 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല, കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ആ സ്ലിറ്റ് വരയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ, എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ തുണീനെ ഇതുപോലെ ബാക്കിലോട്ട് തിരിക്കുക. എന്നിട്ട് അവിടെ നിന്നും മുകളിലേക്ക് ഒരു 3 ഇഞ്ചോളം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ 3 ഇഞ്ചിൽ നമ്മൾ ആ സ്റ്റിച്ചിന് മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വീതി വിട്ടിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം. നിങ്ങൾക്ക് 2-3 സ്റ്റിച്ചൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് തയ്ക്കാനായിട്ട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എത്രയാണ് മടക്കി അടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ വരില്ല. ആദ്യം ഇതുപോലെ 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഒന്നുകൂടെ ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം തുണിയുടെ ഓപ്പൺ സൈഡിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് പോരാൻ. ഇതുപോലെ മടക്കി നമ്മൾ സ്ലിറ്റ് എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ആ ഒരു ഭാഗം വരെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടില്ലേ, ആ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് കുറച്ചുകൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഇതുപോലെ 1 ഇഞ്ചോളം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ തിരിക്കുക. അവിടെയും ഇതുപോലെ 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ തിരിച്ച് നമ്മൾ താഴേക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഒരു സൈഡിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെയും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അടുത്തത് ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.